കൂട്ടുകാരെ, ബയോഗ്യാസ് പ്ലാന്റിൻ്റെ പ്രവർത്തനം ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇന്ന് രാവിലത്തെ പണിയാണ്. ഇത് കണ്ടല്ലോ, ഇതിനകത്തേക്ക് ചാണകം ഞങ്ങൾ മൊത്തം കോരിയിടുന്നത്. ഇത് അടുത്ത് തൊഴുത്ത് തൊട്ട് തന്നെ കേട്ടോ തൊഴുത്ത് കിടക്കുന്നത്. 2 പശുക്കളുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനകത്തേക്ക് കോരിയിട്ടിരുന്ന ചാണകം കേട്ടോ. ഇന്ന് രാവിലെ വെള്ളം ഇതിനകത്തേക്ക് ആക്കിയിട്ട് ഈ കുഴിക്കകത്തുനിന്ന് തന്നെ കലക്കിയിട്ട് ഇതുണ്ടോ, മുഴുവൻ നിറഞ്ഞു കിടന്ന കുഴിയായിരുന്നു. കലക്കിയിട്ട് ഫുള്ള് കോരി ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഇത് കണ്ടോ, ഇവിടെ അടിയിലേക്കൊരു പൈപ്പ് പോകുന്നുണ്ട്. ഇതുകൊണ്ട് ഈ പൈപ്പിൽ കൂടെയാണ് ഈ കലക്കി ഒഴിക്കുന്ന ചാണകം ഉണ്ടല്ലോ, ഈ പൈപ്പിൽ കൂടെ ഇങ്ങനെ പോരും. ഇങ്ങനെ പോന്നിട്ട് ഇതിൻ്റെ അവിടെ തൊട്ട് ഒരു ഇതുണ്ടോ, ഇവിടെ ഒരു ചതുരത്തിൽ കിടക്കുന്നുണ്ട്. ഇതിലിങ്ങനെ ഇതിനകത്തേക്ക് വരും. കലക്കി ഒഴിക്കുന്ന ചാണകം എല്ലാം കൂടെ ഇതിലേ വരും. ഇതിലേ വന്ന് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ, ഇത് വലിയ കിണർ പോലെ കേട്ടോ. മൊത്തം സിമെൻറ്റും കൊണ്ട് കോൺക്രീറ്റ് ചെയ്ത് അകം മുഴുവൻ കോൺക്രീറ്റ് ചെയ്തിട്ട് ഫുള്ള് തേച്ച്, ഉള്ളു മുഴുവൻ തേച്ചാണ്. ഉള്ളും പുറവും തേക്കണം, അല്ല ഇത് നമ്മൾ പൊടിഞ്ഞു പോവേ. അങ്ങനെ തേച്ചിട്ട് മൊത്തം ഒരു കിണറിനേക്കാളും വലിയതാട്ടോ. ഒരു 3000 ലിറ്റർ ഇത് കൊള്ളുന്ന സ്ലറി കൊള്ളുന്നൊരു പ്ലാന്റ് ആട്ടോ ഇതേ. എന്നിട്ട് നിറച്ചും കലക്കി ഒഴിച്ച് അതിന് ശേഷം ഇത് കണ്ടോ, ഇങ്ങോട്ടത് ഇവിടെ വരെ എത്തും. എന്നിട്ട് ഇവിടോട്ടാണിത് സ്ലറി, അതിന് ഉള്ളിൽ കിടക്കുന്ന സ്ലറി ഇങ്ങനെ തള്ളി പോരേണ്ടതാണേ. ഇപ്പോൾ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഇത് തള്ളുന്നില്ല. മുഴുവനും കോരിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ. അതിനുള്ളിൽ കിടന്ന സ്ലറി മുഴുവൻ ഇത് കോരിയതിന് ശേഷം കേട്ടോ ഞങ്ങൾ ഈ കലക്കി ഒഴിച്ചത്. ഇത് ഫുള്ള് കോരിയിട്ട് ഇനിയിപ്പോൾ ഇത് മുഴുവനും ഉണക്കി പൊടിച്ച് കൃഷിക്ക് നല്ല വളം കേട്ടോ. നല്ല നൈസായിട്ട് ഇത് പൊടിഞ്ഞ് കിട്ടും. 2-3 ദിവസം വെയിലുണ്ട് കഴിയുമ്പോഴത്തേക്കും. അതിന് ശേഷമാണ് ഞങ്ങളിപ്പോൾ ഇത്രയും മുഴുവനും കലക്കി ഒഴിച്ച്. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ഇത് ഗ്യാസ് പൊന്താൻ തുടങ്ങുമേ. ഇനി നമുക്ക് ഒരു കൊല്ലത്തേക്ക് ഇനി ഒരു ബുദ്ധിമുട്ടില്ല ഗ്യാസിന്. ഇഷ്ടം പോലെ ഗ്യാസ് കേട്ടോ. പക്ഷേ ഇത് സ്ലറി കോരലും കലക്കി ഒഴിക്കലും ഒരു പണിയാണ്. അതിന് ശേഷം നമുക്കിനി ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ബയോഗ്യാസിൻ്റെ പ്രവർത്തനം. അത്യാവശ്യം മനസ്സിലായെന്ന് തോന്നുന്നു. നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണുമായിരിക്കും അല്ലേ? ഓക്കെ.